ഫ്രാഗ്മെൻറ്റ് ആൻഡ് ഫ്രാഗ്മെൻറ്റ് സ്ട്രക്ചർ. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രാഗ്മെൻറ്റും ഫ്രാഗ്മെൻറ്റ് സ്ട്രക്ചറുമാണ്. അപ്പം ഫ്രാഗ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എ ഫ്രാഗ്മെൻറ്റ് ഈസ് എ പീസ് ഓഫ് ആൻ ആക്ടിവിറ്റി വിച്ച് എനാബിൾ മോർ മോഡുലർ ആക്ടിവിറ്റി ഡിസൈൻ. ഇറ്റ് വിൽ നോട്ട് ബി റോങ് ഇഫ് വി സേ എ ഫ്രാഗ്മെൻറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സബ് ആക്ടിവിറ്റി. ഒരു ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റീൻ്റെ ഒരു പാർട്ട്, ഒരു പീസിനെയാണ്, അല്ലെങ്കിൽ ഒരു സബ് ആക്ടിവിറ്റീനെയാണ് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുക. ഒരു ആക്ടിവിറ്റീനെ ഡിവൈഡ് ചെയ്തിട്ട് സബ് ആക്ടിവിറ്റീസ് ആക്കും. അതിൽ ഓരോ സബ് ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ഒരു ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മോഡുലർ ആക്ടിവിറ്റി ഡിസൈനിന് വേണ്ടിയിട്ടാണ്. മോഡുലർ ആക്ടിവിറ്റി ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റീനെ മൊഡ്യൂൾസാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോത്തിൻ്റെയും ഡിസൈന് വേണ്ടിയിട്ടാണ് ഈ ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അബൌട്ട് ഫ്രാഗ്മെൻറ്റ്. A fragment has its own layout and its own behavior with its own life cycle callbacks. ഒരു ഫ്രാഗ്മെൻറ്റിന് അതിൻ്റേതായ ലേഔട്ടും ബിഹേവിയറും അതുപോലെ തന്നെ അതിൻ്റേതായ ലൈഫ് സൈക്കിൾ കോൾബാക്സ് ഒക്കെ ഉണ്ട്. യു ക്യാൻ ആഡ് ഓർ റിമൂവ് ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആക്ടിവിറ്റി വൈൽ ദ ആക്ടിവിറ്റി ഈസ് റണ്ണിങ്. ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് തന്നെ, ആക്ടിവിറ്റി റൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രാഗ്മെൻറ്റിനെ ഒന്നെങ്കിൽ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും. യു ക്യാൻ കമ്പൈൻ മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻറ്റ്സ് ഇൻ എ സിംഗിൾ ആക്ടിവിറ്റി ടു ബിൽഡ് എ മൾട്ടിപാൻ UI. അപ്പം ഒരു സിംഗിൾ ആക്ടിവിറ്റിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻറ്റ്സിനെ യൂസ് ചെയ്യാൻ സാധിക്കും. എ ഫ്രാഗ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ്. ഒരു ഫ്രാഗ്മെൻറ്റ് തന്നെ കൂടുതൽ ആക്ടിവിറ്റീസിലും യൂസ് ചെയ്യാം. അടുത്തത്, എ ഫ്രാഗ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ലൈഫ് സൈക്കിൾ ഓഫ് ഇറ്റ്സ് ഹോസ്റ്റ് ആക്ടിവിറ്റി. അപ്പം ഒരു ഫ്രാഗ്മെൻറ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. വിച്ച് മീൻസ് വെൻ ദ ആക്ടിവിറ്റി ഈസ് പോസ്ഡ് ഓൾ ദ ഫ്രാഗ്മെൻറ്റ്സ് അവൈലബിൾ ഇൻ ദ ആക്ടിവിറ്റി വിൽ ഓൾസോ ബി സ്റ്റോപ്ഡ്. ഒരു ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രാഗ്മെൻറ്റ്സും അപ്പം തന്നെ പോസ് ആവും. എ ഫ്രാഗ്മെൻറ്റ് ക്യാൻ ഇംപ്ലിമെൻറ്റ് എ ബിഹേവിയർ ദാറ്റ് ഹാസ് നോ യൂസർ ഇൻ്റർഫേസ് കമ്പോണൻറ്റ്. അപ്പം ഒരു ഫ്രാഗ്മെൻറ്റ് ഒരു ബിഹേവിയർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് യൂസർ ഇൻ്റർഫേസ് കമ്പോണൻ്റ് ആയിരിക്കില്ല. എ ഫ്രാഗ്മെൻറ്റ് were added to an Android API in Honeycomb version of Android which API version 11. അപ്പം ഈ ആൻഡ്രോയിഡ് API ഹണികോമ്പിൻ്റെ ആൻഡ്രോയിഡ് APIയിലാണ് ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആൻഡ്രോയിഡ് APIയിലാണ്. അപ്പം ഇത് രണ്ട് എക്സാമ്പിൾസാണ് തന്നത്. ഒന്ന് ടാബ്ലറ്റിലുള്ളതും രണ്ടാമത്തെ ഹാൻഡ്സെറ്റിലും ഫ്രാഗ്മെൻറ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ടാബ്ലറ്റിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ആക്ടിവിറ്റിയിൽ മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താണ്, ഫ്രാഗ്മെൻറ്റ്സിന് സ്പേസ് ഉള്ളതിനെ കൊണ്ടാണ് അവിടെ മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു മൊബൈൽ ഫോണിലാണെങ്കിൽ, ഹാൻഡ്സെറ്റിലാണെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ ഒരു ഫ്രാഗ്മെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ സ്പേസ് കുറവാണ്. ദ ആപ്ലിക്കേഷൻ ക്യാൻ എംബഡഡ് 2 ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആക്ടിവിറ്റി എ. ആക്ടിവിറ്റി എയിൽ 2 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാവും ടാബ്ലറ്റിലാണെങ്കിൽ. when running on a tablet-sized device. However, on a handset-sized screen, there is no enough room for both fragments. So, activity A includes only fragments. So, only the fragments for the list of articles. And when the user selects an article, it starts activity B, which includes the second fragment to read the article. അപ്പം ആക്ടിവിറ്റി ബിയിൽ 2 മൊബൈൽ ഫോൺ ആണെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ ഒരു ഫ്രാഗ്മെൻറ്റ്, വേറൊരു ആക്ടിവിറ്റിയിൽ വേറൊരു ഫ്രാഗ്മെൻറ്റ്, അങ്ങനെയാണ് ഈ ഹാൻഡ്സെറ്റിൽ ഉണ്ടാവുക. അടുത്തത് ഫ്രാഗ്മെൻറ്റിൻ്റെ ലൈഫ് സൈക്കിളാണ് പറയുന്നത്. ലൈഫ് സൈക്കിൾ തന്നെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഫ്രാഗ്മെൻറ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രാഗ്മെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ക്രിയേറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്നത്. ഓൺ ക്രിയേറ്റ് വ്യൂ, the system calls this callback when it's time for the fragment to draw its user interface for the first time. To draw a user interface for your fragment, you must return a view component from this method that is the root of your fragment layout. You can return null if the fragment does not provide a UI. അപ്പം ഓൺ ക്രിയേറ്റ് വ്യൂ എന്ന് പറയുന്ന മെത്തേഡ് ഒരു ഫ്രാഗ്മെൻറ്റ് യൂസർ ഇൻ്റർഫേസ് ഡ്രോ ചെയ്യുന്ന സമയത്താണ് ഈ മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. അപ്പം ഈ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രാഗ്മെൻറ്റ് ഈ മെത്തേഡ് ഇത് ഒരു വ്യൂ എന്ന് പറയുന്ന കമ്പോണൻറ്റ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ആ വ്യൂ എന്ന് പറയുന്ന കമ്പോണൻറ്റിൽ ആ ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ലേ ഔട്ടായിരിക്കും. അപ്പം വ്യൂ എന്ന് പറയുന്ന ആ കമ്പോണൻറ്റിൽ നൾ വാല്യൂ ആണെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റ് ഒരു യൂസർ ഇൻ്റർഫേസും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റഡ്, ദ ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റഡ് ഈസ് കോൾഡ് ആഫ്റ്റർ ദ on create view method when the host activity is created. Activity and fragment instance have been created as well the view hierarchy of the activity. At this point view can be accessed with the find view by id method. Example, in this method you can instantiate objects which require a context object. അപ്പോൾ ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഓൺ ക്രിയേറ്റ് വ്യൂ എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്തതിന് ശേഷമാണ് ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റഡ് കോൾ ചെയ്യുന്നത്. ഈ ആക്ടിവിറ്റി ഹോസ്റ്റ് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റഡ് മെത്തേഡ് കോൾ ചെയ്യുന്നത്. അടുത്തത് ഓൺ സ്റ്റാർട്ട്. ദ ഓൺ സ്റ്റാർട്ട് മെത്തേഡ് ഈസ് കോൾഡ് once of a fragment gets visible. അപ്പം ഫ്രാഗ്മെൻറ്റ് വിസിബിൾ ആവാൻ നേരത്താണ് ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യാം. ഓൺ റെസ്യൂം, ഫ്രാഗ്മെൻറ്റ് ബിക്കംസ് ആക്റ്റീവ്. അപ്പോൾ ഫ്രാഗ്മെൻറ്റ്സ് ആക്റ്റീവ് ആവുന്ന സമയത്താണ് ഓൺ റെസ്യൂം മെത്തേഡ് കോൾ ചെയ്യുന്നത്. ഓൺ പോസ്, the system calls this method as the first indication that the user is leaving from the fragment. This is usually where you should commit any changes that should be persisted beyond the current user session. അപ്പം ഓൺ പോസ് മെത്തേഡ് എപ്പോഴാണോ യൂസർ ഫ്രാഗ്മെൻറ്റിൽ നിന്ന് ലീവ് ചെയ്യുന്നത് അപ്പോഴാണ് ഓൺ പോസ് മെത്തേഡ് കോൾ ചെയ്യുക. അപ്പം ആ ഫ്രാഗ്മെൻറ്റ് യൂസർ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പം ആ ഫ്രാഗ്മെൻറ്റ് പോസ് ആവും. ഓൺ സ്റ്റോപ്പ്, fragment going to stop by calling on stop. On stop മെത്തേഡ് കോൾ ചെയ്യുന്നതിലൂടെ ഫ്രാഗ്മെൻറ്റ്സ് സ്റ്റോപ്പ് ആവും. ഓൺ ഡിസ്ട്രോയ് വ്യൂ, ഓൺ ഡിസ്ട്രോയ് വ്യൂ യൂസ് ചെയ്യുന്നത് ഒരു ഫ്രാഗ്മെൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിൻ്റെ മുന്നേ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ഡിസ്ട്രോയ് വ്യൂ മെത്തേഡ് കോൾ ചെയ്യുന്നത്. On destroy called is to do final cleanup of the fragment state but not guaranteed to be called by the Android platform. അപ്പം ഓൺ ഡിസ്ട്രോയ് മെത്തേഡ് ഫ്രാഗ്മെൻറ്റ്സ് എപ്പോഴാണോ ഡിസ്ട്രോയ് ചെയ്യേണ്ടത് അപ്പോഴാണ് കോൾ ചെയ്യുക. ഫ്രാഗ്മെൻറ്റ്സിനെ ഫുള്ളായിട്ട് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ഡിസ്ട്രോയ് മെത്തേഡ് കോൾ ചെയ്യുന്നത്. അടുത്തത് ബേസിക് ഫ്രാഗ്മെൻറ്റ് കോഡ് ഇൻ XML ഉള്ള ബേസിക് ഫ്രാഗ്മെൻറ്റ് കോഡാണ്. ഫ്രാഗ്മെൻറ്റ് ആൻഡ്രോയിഡ് id ഈക്വൽ ടു id ഫ്രാഗ്മെൻറ്റ്സ്, ആൻഡ്രോയിഡ് ലേഔട്ട് ഈക്വൽ ടു മാച്ച് പാരൻറ്റ്, ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ് ഈക്വൽ ടു മാച്ച് പാരൻറ്റ്. അപ്പം ആൻഡ്രോയിഡ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വിഡ്ത്ത് ഹൈറ്റ് മാച്ച് പാരൻ്റൊക്കെ. പിന്നെ ക്രിയേറ്റ് ഫ്രാഗ്മെൻറ്റ്. അപ്പം ഫ്രാഗ്മെൻറ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. import Android OS bundle, import Android support v4 app fragment, import Android view layout in Flutter, import Android view group, public class first fragment extend. അപ്പം ഇതൊക്കെ
ഹെഡർ ഫയൽസ് ആണ്, അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യുക. പിന്നെ ക്ലാസ് ഓപ്പൺ ചെയ്യുക. ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഓവർറൈഡ് പബ്ലിക് വ്യൂ ഓൺ ക്രിയേറ്റ് വ്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫ്രാഗ്മെൻറ്റ്സിന് ലേഔട്ട് ഇൻ ഫ്ലട്ടർ വ്യൂ ഗ്രൂപ്പ് കണ്ടെയ്നർ ബണ്ടിൽ സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ്. അപ്പം ഓൺ ക്രിയേറ്റ് വ്യൂ യൂസ് ചെയ്തിട്ട് ആ ഫ്രാഗ്മെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വ്യൂ ചെയ്യുക. താങ്ക് യു.